ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിനാമകീർത്തനം. ഓംകാരമായ പൊരുളിൽ ആരംഭിച്ച് അക്ഷരമാല ക്രമത്തിൽ ഓരോ അക്ഷരത്തിൽ നിന്നും തുടങ്ങുന്ന ശ്ലോകങ്ങൾ കൊണ്ട് ഹരിയുടെ മഹാത്മ്യത്തെ മനസ്സിലാക്കിത്തരുന്ന ഈ ഹരിനാമകീർത്തനം ഓംകാരത്തിൽ തന്നെ അവസാനിപ്പിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്തിരിക്കുന്നത്. അറിയാൻ പ്രയാസമുള്ളതായ നാരായണ തത്വം അഥവാ പരമാത്മതത്വം അറിയാറാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്തോത്രത്തിൻ്റെ അക്ഷരക്രമം 64-ാമത്തെ ശ്ലോകത്തോടെ അവസാനിക്കുന്നു. ശരിയാതൊരക്ഷരമതിങ്കേനുദിച്ചതിതു ലിപിയേഴുമക്ഷരമിതെന്നങ്ങുരപ്പുജനം അറിയാവതല്ല തവ പരമാക്ഷരസ്യ പൊരുൾ അറിയായുമായി വരിക നാരായണായ നമ. ശരിയാതൊരക്ഷരം എന്നാൽ നാശമില്ലാത്ത അക്ഷരം എന്നാണ്. അത് ഓംകാരമാകുന്നു. നാശമില്ലാത്തതായ ഓംകാരത്തിൽ നിന്ന് ഉദിച്ചതാണ് നാരായണായ നമ എന്ന സപ്താക്ഷരമന്ത്രമെന്ന് അറിവുള്ളവർ വിശ്വസിക്കുന്നു. 7 ലിപിയുള്ള ഈ നാരായണ മന്ത്രം പരബ്രഹ്മ പ്രകാശകമാണ്. ഈശ്വരൻ്റെ പരമതത്വം ആർക്കും അറിയാനാവാത്തതാണ്. അറിയാനാവാത്തതായ അങ്ങയുടെ പരമാക്ഷരത്തിൻ്റെ പൊരുൾ അറിയുമാറാകണേ ഭഗവാനെ. നാരായണ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ക്ഷരിയാതൊരക്ഷരമതിങ്കേനുദിച്ചതിതു ലിപിയേഴുമക്ഷരമിതെന്നങ്ങുരപ്പുജനം അറിയാവതല്ല തവ പരമാക്ഷരസ്യ പൊരുൾ അറിയായുമായി വരിക നാരായണായ നമഃ.